DNA ആസ്ട്രോളജിയിൽ അവിട്ടം, ധനിഷ്ഠ നക്ഷത്രം സമ്പത്തിൻ്റെയും താളത്തിൻ്റെയും സിംഫണിയാണ്. മകരം, കുംഭം എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ നാഥൻ ചൊവ്വയും ദേവതകൾ 8 വസുക്കളുമാണ്. അഷ്ടവസുക്കൾ. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആഴത്തിലുള്ള DNA രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. 8 വസ്തുക്കളുടെ DNA. ദ എലമെൻ്റൽ DNA. പ്രകൃതിയിലെ 8 ഘടകങ്ങളെ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നവരാണ് വസ്തുക്കൾ. ഇതിനർത്ഥം പ്രകൃതിയുമായി അതീവമായ ഒരു ജനിതക ബന്ധം നിങ്ങൾക്കുണ്ട് എന്നാണ്. DNA രഹസ്യം. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്തവരോ കൃഷിയിലോ ഭൂമി ഇടപാടുകളിലോ വലിയ വിജയം നേടിയവരോ ഉണ്ടായിരിക്കും. മൾട്ടി ടാലന്റഡ്. 8 വസ്തുക്കളുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവ്, മൾട്ടി ടാസ്കിംഗ് നിങ്ങളുടെ DNAയിലുണ്ട്. 2. ശിവന്റെ ഉടുക്കും താളവും. ദ റിതമിക് DNA. അവിട്ടത്തിന്റെ ചിഹ്നം ഉടുക്ക് അഥവാ ഡ്രം അല്ലെങ്കിൽ ഓടക്കുഴൽ ആണ്. ഇത് ശൂന്യതയിൽ നിന്ന് ശബ്ദവും താളവും സൃഷ്ടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. രഹസ്യം. നിങ്ങളുടെ കുടുംബത്തിൽ സംഗീതജ്ഞരോ താളവാദ്യങ്ങളിൽ താൽപ്പര്യമുള്ളവരോ അല്ലെങ്കിൽ കവിതകൾ എഴുതുന്നവരോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ജീവിത താളം. ജീവിതത്തിലെ തകർച്ചകൾക്ക് ശേഷം പെട്ടെന്നൊരു താളം കണ്ടെത്താനും ഉയർത്തെഴുന്നേൽക്കാനും ഈ DNA നിങ്ങളെ സഹായിക്കും. 3. ചൊവ്വയുടെയും ശനിയുടെയും സങ്കലനം. ദ പവർ ഹൗസ്. അവിട്ടത്തിൻ്റെ ആദ്യ പകുതി മകരത്തിലും 2ാം പകുതി കുംഭത്തിലുമാണ്. മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനിയാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയുമാണ്. രഹസ്യം. കഠിനാധ്വാനവും, അതായത് ശനി, ഊർജ്ജസ്വലതയും, അതായത് ചൊവ്വ, ഒത്തുചേർന്ന ഒരു ജനിതക ഘടനയാണിത്. നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വലിയ സൈനിക ഉദ്യോഗസ്ഥരോ പോലീസുകാരോ അല്ലെങ്കിൽ കായിക താരങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. സമ്പത്ത്. ധനിഷ്ഠ എന്നാൽ ഏറ്റവും ധനമുള്ളവൾ എന്നാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി വലിയ സ്വത്തുവകകൾ നിങ്ങൾക്ക് ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വഴി കുടുംബത്തിലേക്ക് വലിയ സമ്പത്ത് വന്നു ചേരാനോ സാധ്യതയുണ്ട്. 4. കർമ്മ രജിസ്റ്റർ. കാർമിക് രജിസ്റ്റർ. വൈകിയുള്ള വിവാഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ. അവിട്ടം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാറുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും വിവാഹം താമസിച്ചവരോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ ത്യാഗങ്ങൾ ചെയ്തവരോ ഉണ്ടായിരിക്കാം. അച്ഛൻ്റെ വശത്തെ പുണ്യം. അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ മകരത്തിലായതുകൊണ്ട് അച്ഛൻ്റെ കുടുംബത്തിലെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. 5. ആരും പറയാത്ത ഗൂഢരഹസ്യങ്ങൾ. ഹിഡൻ സീക്രട്സ്. ഭീഷ്മ പിതാമഹന്റെ ബന്ധം. മഹാഭാരതത്തിലെ ഭീഷ്മർ ജനിച്ചത് അവിട്ടം നക്ഷത്രത്തിലാണ്. അദ്ദേഹത്തെ പോലെ അചഞ്ചലമായ പ്രതിജ്ഞാബദ്ധത, കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ DNAയിലുണ്ട്. ഒരിക്കൽ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അമ്മൂമ്മയുടെ രഹസ്യങ്ങൾ. നിങ്ങളുടെ അമ്മൂമ്മയുടെ അമ്മയുടെ അമ്മ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് സമൂഹത്തിലുള്ള വലിയ സ്വാധീനമോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. DNA ശുദ്ധീകരണത്തിനുള്ള ഗൂഢപരിഹാരം. കാർമിക് സീക്രട്ട് റെമഡി. സംഗീത ഉപകരണം സൂക്ഷിക്കുക. വീട്ടിലൊരു ഉടുക്കോ ഓടക്കുഴലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീത ഉപകരണമോ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കാൻ സഹായിക്കും. സിംഹസേവ. വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെയോ ചിത്രങ്ങൾ കാണുന്നതോ അവയെ ആരാധിക്കുന്നതോ അഥവാ ദുർഗാദേവി ആരാധനയോ നിങ്ങളുടെ ചൊവ്വയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഭക്ഷണം ദാനം ചെയ്യുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും. DNA ആസ്ട്രോളജി പ്രകാരം അവിട്ടം നക്ഷത്രം എന്നത് കേവലം സമ്പത്തിൻ്റെ മാത്രമല്ല, പ്രപഞ്ചത്തിലെ താളബോധത്തിൻ്റെയും റിതം, ത്യാഗത്തിൻ്റെയും ഒരു സവിശേഷ ജനിതക കോഡാണ്. ഇതിൻ്റെ ആരും അധികം പറയാത്ത അതിഗൂഢമായ രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. ഭീഷ്മരുടെ DNAയും പ്രതിജ്ഞയും. ദ DNA ഓഫ് കമ്മിറ്റ്മെന്റ്.
മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അവിട്ടം നക്ഷത്രക്കാരനായിരുന്നു. 8 വസുക്കളിൽ ഒരാളായ ദ്യു ആണ് ഭീഷ്മരായി ജനിച്ചത്. രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ ആർക്കെങ്കിലും വേണ്ടി സ്വന്തം ജീവിതം അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ ത്യാഗം ചെയ്ത ഒരു പൂർവികൻ ഉണ്ടായിരിക്കും. DNA പാറ്റേൺ: ഒരിക്കലൊരു വാക്കു കൊടുത്താൽ അത് പാലിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം നിങ്ങളുടെ DNA-യിലുണ്ട്. ഈ വാക്ക് പാലിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും ശാപവും. 2. ശൂന്യമായ പാത്രത്തിന്റെ രഹസ്യം: ദ ഹോളോ സിലിണ്ടർ. അവിട്ടത്തിന്റെ ചിഹ്നം ഉടുക്കോ ഓടക്കുഴലോ ആണ്. ഇവ രണ്ടിന്റെയും ഉള്ളിൽ ഒന്നുമില്ല, ഹോളോ. ശൂന്യതയിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത്. രഹസ്യം: ജീവിതത്തിൽ പലപ്പോഴും എല്ലാം പൂജ്യത്തിൽ നിന്ന്, ഫ്രം സ്ക്രാച്ച്, തുടങ്ങേണ്ടി വരുന്ന അവസ്ഥ ഈ DNA നൽകാറുണ്ട്. എന്നാൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. DNA സൂചന: നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത വിധം അതിശക്തമായി തിരിച്ചു വന്ന ചരിത്രമുണ്ടാകും. 3. 8 വസ്തുക്കളും സ്ഥാവര സ്വത്തുക്കളും. ദ റിയൽ എസ്റ്റേറ്റ് DNA. 8 വസ്തുക്കൾ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും വിവിധ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നവരാണ്. രഹസ്യം: ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ അതീവ ഭാഗ്യമുള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാർ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പണ്ട് വലിയ ഭൂവുടമകളോ അല്ലെങ്കിൽ കൃഷിയിലൂടെയോ വലിയ സമ്പാദ്യമുണ്ടാക്കിയവരോ ആയിരിക്കും. ചതുരശ്ര അടിക്കണക്കുകൾ, ദൂരങ്ങൾ, അളവുകൾ എന്നിവ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് തെളിയും. നിങ്ങൾ പണിയുന്ന കെട്ടിടങ്ങൾക്കും പ്ലാനുകൾക്കും ഒരു പ്രത്യേക വാസ്തുശുദ്ധി ജന്മന ഉണ്ടാകും. 4. മകരത്തിലെയും കുംഭത്തിലെയും ചൊവ്വ. ദ ഡിസിപ്ലിൻ വാരിയർ. അവിട്ടം നക്ഷത്രം പകുതി ശനിയുടെ മകരം രാശിയിലും ബാക്കി പകുതി കുംഭത്തിലുമാണ്. ചൊവ്വ അധിപനാകുമ്പോൾ ഇത് കഠിനമായ അച്ചടക്കത്തെ സൂചിപ്പിക്കുന്നു. രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിൽ സൈന്യത്തിലോ പോലീസിലോ അല്ലെങ്കിൽ നിയമപാലന രംഗത്തോ പ്രവർത്തിച്ച കണിശക്കാരായ പൂർവികർ ഉണ്ടായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. DNA ദോഷം: കഠിനമായ വാശിയും ദേഷ്യവും നിങ്ങളുടെ DNA-യിലുണ്ട്. ഇത് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ഉലച്ചിലുകൾ ഉണ്ടാക്കാം. കായികമായ വ്യായാമങ്ങളോ യോഗയോ ചെയ്യുന്നത് ഈ ഊർജത്തെ പോസിറ്റീവ് ആക്കാൻ സഹായിക്കും. 5. ശ്രദ്ധിക്കേണ്ട ആരോഗ്യ രഹസ്യം. അവിട്ടം നക്ഷത്രം മുട്ടുകളെയും രക്തചംക്രമണത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ മുട്ടുവേദനയോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം BP സംബന്ധമായ അസുഖങ്ങളോ പൂർവികർക്ക് ഉണ്ടായിരിക്കാം. ശരിയായ രീതിയിലുള്ള നടത്തവും ശുദ്ധജല സേവനവും ഈ DNA-യെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. അവിട്ടം നക്ഷത്രക്കാർക്കായുള്ള ഗൂഢപരിഹാരം. കാർമിക് സീക്രട്ട് റെമഡി. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ താളവാദ്യങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക എന്നത് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. വീട്ടിലൊരു ചെറിയ ചെണ്ടയോ ഉടുക്കോ വാങ്ങിവെക്കുന്നതും അത് വല്ലപ്പോഴും ശബ്ദിപ്പിക്കുന്നതും നെഗറ്റീവ് ഊർജത്തെ മാറ്റും. കൂടാതെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചൊവ്വാഴ്ച ധരിക്കുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായി വരുന്ന സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും.